മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം തടയാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ടി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ തെരുവിലിറങ്ങി. വനിതാ പോലീസുകാരുടെ കുറവ് കേരള പോലീസിന് നാണക്കേടാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. നരേന്ദ്രമോദിക്ക് ഓശാന പാടി നടക്കുന്നവർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അലഞ്ഞു തിരിഞ്ഞു നടക്കുമെന്നും ബിന്ദു. തീരമേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് കൊടുങ്ങല്ലൂരിൽ സർവകക്ഷി യോഗം ചേർന്നു. കൊടുങ്ങല്ലൂർ സിഐയുടെ സാന്നിധ്യത്തിൽ എല്ലാ മാസവും യോഗം ചേരാനും തീരുമാനം. മതിലകം എമ്മാട് പൊള്ളലേറ്റ അമ്മയും 2 കുട്ടികളും മരിച്ചു. പുത്തൻകാട്ടിൽ സുനിലിന്റെ ഭാര്യ സിന്ധുവും മക്കളുമാണ് മരിച്ചത്. എരുമപ്പെട്ടി വെള്ളറക്കാട് ബൈക്കിടിച്ച് തെറിച്ച ആൾ ബസ് കയറി മരിച്ചു. കൊല്ലൻപടി കരുവാത്ത വിജയനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. മതിലകം എമ്മാട് വൃന്ദാവന് സമീപം പൊള്ളലേറ്റ അമ്മയും 2 കുട്ടികളും മരിച്ചു. പുത്തൻകാട്ടിൽ സുനിലിന്റെ ഭാര്യ 32 വയസ്സുള്ള സിന്ധു, മക്കളായ 7 വയസ്സുള്ള ആതിര, 5 വയസ്സുള്ള അതീന്ദ്ര എന്നിവരാണ് മരിച്ചത്. കുട്ടികളുടെ കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികളാണ് അടുക്കളയിൽ പൊള്ളലേറ്റ നിലയിൽ ഇവരെ കണ്ടെത്തിയത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് സിന്ധുവിനെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് സൂചനയുണ്ട്. ജോലി ശരിയാകാതെ ഗൾഫിൽ നിന്നും ഭർത്താവ് മടങ്ങിവരുന്ന വിവരം സിന്ധുവിനെ വിളിച്ച് അറിയിച്ചിരുന്നു. സുനിലിന്റെ ഫോൺ വന്നതിന് ശേഷമാണ് സിന്ധു കുട്ടികളെയും കൂട്ടി ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ ബൈക്കിടിച്ച് തെറിച്ച ആൾ ബസ് കയറി മരിച്ചു. വെള്ളറക്കാട് കൊല്ലൻപടി കരുവാത്ത് മുല്ലയ്ക്കൽ 58 വയസ്സുള്ള വിജയനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10ഓടെയായിരുന്നു അപകടം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും ഫിദമോൾ ബസ്സിൽ കൊല്ലൻപടി സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കുകയായിരുന്ന വിജയനെ ബസിന്റെ സൈഡിലൂടെ അമിത വേഗത്തിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ബസിന് മുന്നിലേക്ക് തെറിച്ചു വീണ വിജയന്റെ ശരീരത്തിലൂടെ ബസിന്റെ മുൻചക്രം കയറി ഇറങ്ങുകയായിരുന്നു. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ വിജയനെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്ക് യാത്രക്കാരനായ മുഹമ്മദ് ഹുസൈനെ നിസാര പരിക്കുകളോടെ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യപിച്ച് തെറ്റായ ദിശയിലൂടെ ബൈക്ക് ഓടിച്ചിരുന്ന മുഹമ്മദ് ഹുസൈനാണ് അപകടം ഉണ്ടാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വലപ്പാട് ബീച്ചിൽ നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ മതിലിൽ ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വലപ്പാട് ബീച്ച് സ്വദേശി ഇരിങ്ങാത്തുരുത്തി അയ്യപ്പൻകുട്ടിയുടെ മകൻ 38 വയസ്സുള്ള സതീഷാണ് മരിച്ചത്. ചിത്ര ജംഗ്ഷന് കിഴക്ക് ഭാഗത്തായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആക്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫുഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്കിടിച്ച് പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്ന യുവതി മരിച്ചു. കുന്നംകുളം മരത്തങ്കോട് കണ്ടംപുള്ളി ബാലന്റെ ഭാര്യ 37 വയസ്സുള്ള മണിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി റോഡിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു അപകടം. തളിക്കുളത്ത് ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ അടിച്ചു തകർത്ത കേസിൽ പ്രതികളായ 9 അംഗ സംഘത്തെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശികളായ രായമരക്കാർ ഷക്കീർ, കിഴക്കമ്പ്ര രജീഷ്, കിഴക്കൻ വീട്ടിൽ വിഷ്ണു, പുതിയങ്ങാടി സ്വദേശി നമ്പെട്ടി ലയേഷ്, തമ്പാൻകടവ് സ്വദേശി കാളക്കൊടുവത്ത് അമൽ, പടിയം കൊമ്പിപ്പാടം സ്വദേശികളായ കല്ലൂപ്പറമ്പിൽ ഷെഫീഖ്, കിഴക്കേപ്പാട്ട് സനിൽകുമാർ എന്നിവർക്ക് പുറമെ 17കാരായ മറ്റു 2 പേരുമാണ് അറസ്റ്റിലായത്. പ്രതികളിൽ പ്രായപൂർത്തിയാകാത്ത 2 പേരെ ജുവനൈൽ കോടതിയിലും മറ്റ് പ്രതികളെ ചാവക്കാട് കോടതിയിലും ഹാജരാക്കി. ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. തളിക്കുളത്തെ കോസ്മോ ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ ആക്രമിച്ച പ്രതികൾ ഉടമ കോതകുളം ബീച്ച് പുതിയ വീട്ടിൽ ഷറഫുദ്ദീനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അറസ്റ്റിലായ പ്രതികൾ തളിക്കുളം ഒന്നാംകല്ലിലെ ധീര ശിങ്കാരിമേളം ടീമിലെ അംഗങ്ങളാണ്. പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങിയ സംഘത്തിലെ 2 പേർ ഹോട്ടലിൽ കയറി പെപ്സി കടമായി ചോദിച്ചിരുന്നു. ഉടമ ഇത് നൽകാതായതോടെ ഇവർ സംഘത്തിലെ മറ്റുള്ളവരെ വിളിച്ചുവരുത്തി ആക്രമണം നടത്തുകയായിരുന്നു. രക്ഷപ്പെട്ട പ്രതികളെ തളിക്കുളം വെളിയങ്കോട് തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. വാടാനപ്പള്ളി SI ജഗത് ചന്ദ്രമോഹൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് വി ദേവ്, ഗോപൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ചൊവ്വാഴ്ച ഹർത്താൽ ആചരിക്കും. നാട്ടിൻചിറ ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയ പഞ്ചായത്ത് തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ആചരണം. നാട്ടിൻചിറ സമരസമിതിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. തൃശൂർ അത്താണി മെഡിക്കൽ കോളേജ് റൂട്ടിൽ ഈ മാസം 15-ന് BMSന്റെ നേതൃത്വത്തിൽ ബസ് തൊഴിലാളികൾ പണിമുടക്കും. ജില്ലാ ലേബർ ഓഫീസിൽ നിശ്ചയിച്ച വേതനവും മറ്റ് ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുക, അർഹരായ തൊഴിലാളികൾക്ക് ക്ഷേമ ബോർഡിൽ അംഗത്വം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. നിരവധി തവണ ഈ ആവശ്യം ഉന്നയിച്ച് ബസ് ഉടമകളുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് പണിമുടക്ക് നടത്താൻ നിർബന്ധിതമായതെന്ന് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു.
BMS ഓഫീസിൽ നടന്ന യോഗം MK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. EA ഷാജി അധ്യക്ഷനായിരുന്നു. ചൊവ്വല്ലൂർ ദേവസ്വത്തിൽ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. രാമദാസ് ചൊവ്വല്ലൂരിനെ സെക്രട്ടറിയായും VR ഭാസ്കറിനെ പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. 11-അംഗ ഭരണസമിതിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. നന്ദിക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ലൈൻമാൻ മരിച്ചു. പൂക്കോട് ചീനാത്ത ശ്രീധരന്റെ മകൻ 41 വയസ്സുള്ള സുനിലാണ് മരിച്ചത്. ജീവിതത്തിലും സിനിമയിലും MLA ആയി തിളങ്ങിയ തോമസ് ഉണ്ണിയാടൻ MLA ഇനി വെള്ളിത്തിരയിൽ ഡോക്ടറായി എത്തും. ചാന്ദ്വി ക്രിയേഷന്റെ ഉത്സാഹ കമ്മിറ്റി എന്ന സിനിമയിലാണ് MLA ഡോക്ടറായി വേഷമിടുന്നത്. പാലക്കാട് അഹല്യ ക്യാമ്പസിലാണ് ചിത്രീകരണം നടക്കുന്നത്. റോമൻസ്, വെള്ളരിപ്രാവിന്റെ ചങ്ങാതി തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം MLA വേഷത്തിൽ തന്നെയാണ് അഭിനയിച്ചത്. ഈ ചിത്രത്തിൽ മുഴുനീള കഥാപാത്രമായാണ് MLA അഭിനയിക്കുന്നത്. പീച്ചി റോഡിന്റെ റീടാറിംഗ് ചൊവ്വാഴ്ച ആരംഭിക്കും. റോഡ് നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ കരാറുകാരൻ പീച്ചിയിലെത്തിച്ചു. അതേസമയം പീച്ചി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിലും LDF നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുകയാണ്. മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. ഒരു പലവ്യഞ്ജനക്കട പൂർണ്ണമായും തകർത്തു. തുടർച്ചയായി ആനകൾ ജനവാസ കേന്ദ്രത്തിൽ നാശം വിതയ്ക്കുന്നത് തടയാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ടാറ്റ ടീ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പണിമുടക്കി തെരുവിലിറങ്ങി. പ്രശ്നപരിഹാരത്തിന് ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്താമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് 300ഓളം തൊഴിലാളികൾ പ്രതിഷേധത്തിൽ നിന്നും പിൻവാങ്ങിയത്. തിങ്കളാഴ്ച പുലർച്ചെ പുതുക്കാട്ടുള്ള അറുമുഖം എന്നയാളുടെ കടയാണ് ആനക്കൂട്ടം തകർത്തത്. 6 ആനകൾ ചിഹ്നം വിളിച്ചുകൊണ്ട് എത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ആനക്കൂട്ടം പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ് പച്ചക്കറി കൃഷികളും നശിപ്പിച്ചു. ആനകളുടെ ആക്രമണം ഭയന്ന പരിസരവാസികൾ നേരം പുലരുവോളം ഉറക്കമൊഴിച്ച് കാത്തിരുന്നു. ഒരു മാസത്തിനിടെ ഇത് 4ാം തവണയാണ് മലക്കപ്പാറയിൽ ആനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിലെത്തി നാശം വിതയ്ക്കുന്നത്. വനിതാ പോലീസുകാരുടെ കുറവ് കേരള പോലീസിന് നാണക്കേടാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു. സ്ത്രീ മുന്നേറ്റ യാത്രക്കിടയിൽ ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യം കാക്കുന്ന ആർമിയുമായി ബന്ധപ്പെട്ട 3 ഫോഴ്സുകളിലും പോലീസിലും സ്ത്രീ സാന്നിധ്യം കുറവാണ്. തമിഴ്നാട്ടിൽ വനിതാ പോലീസുകാരുടെ സാന്നിധ്യം 30% കേരളത്തിൽ ഇത് 5% മാത്രമാണ്. കേരളത്തിൽ CPMന്റെ അക്രമ രാഷ്ട്രീയം വർദ്ധിച്ചു വരികയാണ്. CPMന്റെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് VS അച്യുതാനന്ദന് പോലും പ്രതികരിക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത്. നരേന്ദ്രമോദിക്ക് ഓശാന പാടി നടക്കുന്നവർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കേരള ജനത കാണേണ്ടി വരുമെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ലീലാമ തോമസ്, വൈസ് പ്രസിഡന്റ് വനജ ഭാസ്കരൻ, ബീന രവിശങ്കർ, CB ഗീത എന്നിവരും ബിന്ദു കൃഷ്ണയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ അതിപുരാതനമായ ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 15, 16, 17 തീയതികളിൽ. വെള്ളാട്ട് മഹോത്സവത്തിൽ ദീപാരാധനയ്ക്കും എഴുന്നള്ളിപ്പിനും ദർശനം നടത്തുന്നത് സകല ദോഷശാന്തിക്കും കുടുംബശ്രേയസ്സിനും അത്യുത്തമം. എങ്ങോട്ടാ മാഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? ബ്രൈറ്റ് പ്രൊപ്പോഷനിൽ തന്നെയാവണം കുട്ടികളുടെ വളർച്ച. B2B എന്നാൽ ഗ്രോ റൈറ്റ്, ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാദിന്റെ B2B ആട്ട തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. omega-3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ ബ്രെയിൻ ടോണിക് തന്നെയായ omega-3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ B2B ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം. ഫ്ലാക്സ് സീഡ്സിന്റെ ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സർബത്തി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് B2B ആട്ടയിൽ. സ്വാദ് B2B ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചു വെക്കാൻ പറ്റണ്ടേ? ഞാനിപ്പോ B2B ആട്ടയാ കഴിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സ്. മനം മയക്കും 10,000-കണക്കിന് വളകൾ ആരും വാരി അണിയാൻ മോഹിക്കും.
വാർത്തകളിലേക്ക്. ഗുരുവായൂർ നഗരസഭയിൽ 13.62 കോടി രൂപയുടെ പദ്ധതിക്ക് വികസന സെമിനാർ രൂപം നൽകി. KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ അധ്യക്ഷനായിരുന്നു. കൊടുങ്ങല്ലൂർ മേഖലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സ് ബോർഡുകൾക്ക് സമയപരിധി വയ്ക്കാനും കല്യാണ വീടുകളിലെ രാത്രി സൽക്കാരത്തിൽ മദ്യം വിളമ്പുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താനും മതിലകത്ത് ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. തീരമേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സ് ബോർഡുകൾ പരിപാടിയുടെ 10 ദിവസം മുമ്പ് മാത്രം സ്ഥാപിക്കുകയും പരിപാടി കഴിഞ്ഞ് 2 ദിവസത്തിനകം അതെടുത്തു മാറ്റുകയും വേണമെന്ന് തീരുമാനിച്ചു. വിവാഹ തലേന്ന് നടത്തുന്ന മദ്യസൽക്കാരത്തിന് എക്സൈസ് വകുപ്പിന്റെ അനുമതി തേടണമെന്നും അനുമതിയില്ലാതെ മദ്യസൽക്കാരം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ മതിലകം സ്റ്റേഷനുകളിൽ തീരുമാനമാകാത്ത കേസുകളിൽ ഉടൻ നടപടിയുണ്ടാകുമെന്ന് SP അജിത ബീഗം രാഷ്ട്രീയ നേതാക്കൾക്ക് ഉറപ്പു നൽകി. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി കൊടുങ്ങല്ലൂർ CIയുടെ സാന്നിധ്യത്തിൽ എല്ലാ മാസവും യോഗം ചേരാനും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. VS സുനിൽകുമാർ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ MS ജയ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP രാജീവ്, കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വിജയ സാധ്യതയുള്ള 3 സീറ്റുകൾ വനിതകൾക്കായി നീക്കിവെക്കാൻ കോൺഗ്രസിനോടും ഹൈക്കമാൻഡിനോടും ആവശ്യപ്പെടുമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു. വാടാനപ്പള്ളി പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ. KPCC പ്രസിഡന്റായി VM സുധീരൻ തെരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ കേരളത്തിൽ കോൺഗ്രസ് കൂടുതൽ ശക്തിപ്പെടും. അദ്ദേഹത്തെ KPCC പ്രസിഡന്റാക്കുന്നതിന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്ന ആരോപണം സാങ്കല്പികം മാത്രമാണെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും മാറി പുതുക്കാട് മണ്ഡലത്തിലെ ഓട്ടിസം പാർക്ക് യാഥാർത്ഥ്യമാകുന്നു. മാനസിക വ്യതിയാനമുള്ള കുട്ടികൾക്കായി 30 ലക്ഷം രൂപ ചെലവിലാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ കീഴിലുള്ള ആദ്യത്തെ സംരംഭമാണ് ചെങ്ങാലൂരിൽ ആരംഭിക്കുന്ന ഓട്ടിസം പാർക്ക്. ഈ മാസം 13-ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് ഉദ്ഘാടനം ചെയ്യും. ഓട്ടിസം പാർക്കിന് വേണ്ട പഠന ഉപകരണങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് നൽകും. സാമൂഹിക ക്ഷേമ പെൻഷനുകൾ തുക ലഭിക്കുന്ന മുറയ്ക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ വിതരണം ചെയ്യണമെന്ന് കുന്നംകുളം നഗരസഭയ്ക്ക് ഓംബുഡ്സ്മാന്റെ ഉത്തരവ്. വൃദ്ധർ, വികലാംഗർ തുടങ്ങിയവർക്കായുള്ള പെൻഷൻ വിതരണത്തിൽ മനഃപൂർവ്വം താമസം വരുത്തിയെന്ന് കാണിച്ച് പൊതുപ്രവർത്തകനായ കാണിപ്പയ്യൂർ സ്വദേശി MD രാജീവാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. പെൻഷൻ വിതരണം സുഗമമാക്കാൻ നഗരസഭാ ഉപാധ്യക്ഷന്റെ നേതൃത്വത്തിൽ കമ്മിറ്റിയുണ്ടാക്കി നിരീക്ഷിക്കണമെന്നും ഓംബുഡ്സ്മാൻ ആവശ്യപ്പെട്ടു. നിയമത്തിന്റെ ശക്തമായ അടിത്തറയ്ക്കൊപ്പം സമൂഹത്തിന്റെ മനോഭാവത്തിലും മാറ്റം വന്നാൽ മാത്രമാണ് സ്ത്രീ സുരക്ഷ യാഥാർത്ഥ്യമാകൂവെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അഭിപ്രായപ്പെട്ടു. സ്ത്രീ മുന്നേറ്റ യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് നാട്ടിക, മണലൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളിയിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. കൂലിത്തല്ലുകാരുടെയും കൊട്ടേഷൻ സംഘത്തിന്റെയും ബ്രാൻഡ് അംബാസിഡർമാരായി അധപതിച്ചിരിക്കുകയാണ് CPM നേതാക്കളെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് J രമാദേവി അധ്യക്ഷയായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുബൈദ മുഹമ്മദ്, ഗിൽസ തിലകൻ, CI സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര കാളിയാർ റോഡ് പള്ളി ജാറം ചന്ദനക്കുടം ആണ്ടുനേർച്ച ഈ മാസം 13 മുതൽ 15 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 13-ന് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് VS കാസിം ഹാജി കൊടിയേറ്റ് നിർവഹിക്കും. 14-ന് ജുമുഅ നിസ്കാരവും 15-ന് മൌലീദ് പാരായണം, ഖതം ദുആ എന്നിവയും നടക്കും. തുടർന്ന് ഉച്ചകഴിഞ്ഞ് പള്ളി ജാറം കേന്ദ്ര ജമാഅത്തിന്റെ കീഴിലുള്ള മഹല്ലുകളിൽ നിന്ന് നേർച്ച ആരംഭിക്കും. വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ ആരംഭിക്കുന്ന ദിവ്യകാരുണ്യ ആത്മാഭിഷേക കൺവെൻഷന് മുന്നോടിയായി ദിവ്യകാരുണ്യ ആരാധനയും പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നു. വയനാട് മക്കിയാട് ബെനഡിക്ടൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ജോയ് ചെമ്പകശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ഈ മാസം 12 മുതൽ 16 വരെ വൈകിട്ട് 4:30 മുതൽ 9:30 വരെ ദിവ്യകാരുണ്യ ആത്മാഭിഷേക കൺവെൻഷൻ നടക്കുന്നത്. അതിരൂപതാ സഹായം മെത്രാൻ മാർ റാഫേൽ തട്ടിൽ കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകും. അഞ്ചേരി മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉച്ചാൽ വേല ആഘോഷിച്ചു. വേല മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. കുട്ടംകുളങ്ങര അർജുനൻ തിടമ്പേറ്റി, പാറന്നൂർ രാജൻ, മന്ദലാങ്കുന്ന് ഗജേന്ദ്രൻ എന്നീ ഗജവീരന്മാരും എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. ഗോവിന്ദൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച നാഗസ്വര കച്ചേരിയും അരങ്ങേറി. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
ആറങ്ങോട്ടുകര 110 kV സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം ഈ മാസം 13 നടക്കുമെന്ന് കെ രാധാകൃഷ്ണൻ എംഎൽഎ ദേശമംഗലത്ത് അറിയിച്ചു. 7 കോടി രൂപ ചെലവിലാണ് സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ദേശമംഗലം, വരവൂർ, വള്ളത്തോൾ നഗർ, തിരുമിറ്റക്കോട്, ഓങ്ങല്ലൂർ, നാഗലശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ ഉപഭോക്താക്കൾക്ക് സബ്സ്റ്റേഷന്റെ ഗുണം ലഭിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പൊതുസമ്മേളനം പി കെ ബിജു എം പി ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മണികണ്ഠൻ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സി വി പ്രദീപ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി ജയരാജ് എന്നിവരും പങ്കെടുത്തു. എടത്തിരുത്തി കൊല്ലാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉച്ചാൽ ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശേഷം നടന്ന കാവടിയാട്ടം വർണ്ണാഭമായി. എഴുന്നള്ളിപ്പ്, കേളി, തായമ്പക എന്നിവയും നടന്നു. കലാമണ്ഡലം ശിവദാസന്റെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന അരിമ്പൂർ ഗ്രൌണ്ടിൽ റോഡ് നിർമ്മാണത്തിനായുള്ള സാധന സാമഗ്രികൾ ഇറക്കിവെച്ചത് പരിശീലനത്തിന് എത്തുന്നവർക്ക് തടസ്സമാകുന്നു. ടെസ്റ്റിനായി ഇവിടെ എത്തുന്ന വാഹനങ്ങൾക്ക് റോഡിൽ നിർത്തിയിടേണ്ട അവസ്ഥയാണ്. ബസ്, ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ ഗ്രൌണ്ടിൽ ഓടിക്കാൻ ഇതുമൂലം ബുദ്ധിമുട്ടാണ്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തും ആർടിഒ വിഭാഗവും ഗ്രൌണ്ട് വിട്ടുകിട്ടാനായി ശീതസമരം തുടങ്ങിയിട്ട് നാളുകളായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗ്രൌണ്ടിനോട് ചേർന്ന് കാന നിർമ്മിക്കാനുള്ള പഞ്ചായത്തിന്റെ നീക്കം വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെയുള്ളവർ തടഞ്ഞിരുന്നു. മരുതയൂരിൽ വീടുകൾ കത്തിനശിച്ച കുടുംബാംഗങ്ങളെ എംഎൽഎയും ജനപ്രതിനിധികളും എത്തി ആശ്വസിപ്പിച്ചു. കുന്തുവീട്ടിൽ കൃഷ്ണൻകുട്ടിയെയും സഹോദരൻ വേലായുധനെയുമാണ് ജനപ്രതിനിധികൾ ആശ്വസിപ്പിക്കാനെത്തിയത്. പി എ മാധവൻ എംഎൽഎ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു, തഹസിൽദാർ മുഹമ്മദ് റഫീഖ്, വില്ലേജ് ഓഫീസർ ഷാജി എന്നിവരാണ് സന്ദർശനം നടത്തിയത്. വീട് പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്നും താൽക്കാലിക താമസത്തിന് സൌകര്യം ഒരുക്കിക്കൊടുക്കുമെന്നും ഉറപ്പു നൽകി. ക്രൈംബ്രാഞ്ച് എസ്പിയായി ചുമതലയേറ്റ ആർ കെ ജയരാജ് തൃപ്രയാർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. ക്ഷേത്ര കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. ദേവസ്വം മാനേജർ കെ കെ രാജനിൽ നിന്ന് വിശദാംശങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ശ്രീകോവിലിന്റെ കിഴക്കേ ഭാഗവും കവർച്ചക്കാർ ഉപേക്ഷിച്ച കയ്യുറകൾ കണ്ടെത്തിയ ക്ഷേത്ര കടവിലുമാണ് സന്ദർശനം നടത്തിയത്. തുടർന്ന് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിൽ നിന്ന് എസ്പി കവർച്ചാ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കവർച്ചയുടെ വിവരങ്ങൾ അടങ്ങിയ ഫയൽ ഇതിനകം പഠിച്ചു കഴിഞ്ഞുവെന്നും വരും ദിവസങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കുമെന്നും എസ്പി വ്യക്തമാക്കി. 2008 മെയ് 30 പുലർച്ചെയാണ് ക്ഷേത്ര കവർച്ച നടന്നത്. തോമസ് ഉണ്ണിയാടൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി, പിഡബ്ല്യുഡി ഉദ്യോഗസ്ഥരുടെയും യോഗം നടന്നു. യോഗത്തിന് എത്താതിരുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തോമസ് ഉണ്ണിയാടൻ എംഎൽഎ ഫോണിലൂടെ ശാസിച്ചു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എംഎൽഎ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത്. പഴയ റോഡിന് പോലും വെട്ടിപ്പൊളിക്കുന്നതിന്റെ പേരിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഇരട്ടിയിലധികം തുക ഈടാക്കുന്ന പിഡബ്ല്യുഡി നടപടി ശരിയല്ലെന്ന് എംഎൽഎ ചൂണ്ടിക്കാട്ടി. ഇത് പുനഃപരിശോധിക്കണമെന്നും തോമസ് ഉണ്ണിയാടൻ യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വിവിധ പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വി എം സുധീരനെ കെപിസിസി പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഗുരുവായൂരിൽ പ്രകടനം നടത്തി. പടിഞ്ഞാറേ നടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി എ റഷീദ്, ആർ ജയകുമാർ, പോളി ഫ്രാൻസിസ് ചക്രമാക്കിൽ, പി ഐ ലാസർ, ശശി വല്ലാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. വാഹനമിടിച്ചതിനെ തുടർന്ന് വെളപ്പായ റെയിൽവേ ഗേറ്റിലൂടെയുള്ള ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയായിരുന്നു സംഭവം. ട്രെയിൻ കടന്നുപോകുന്നതിനായി പൂട്ടിയിട്ടിരുന്ന ഗേറ്റിൽ മിനി ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റിന്റെ ലോക്ക് ജാമായി. തുടർന്ന് അല്പനേരം കഴിഞ്ഞ് ജീവനക്കാർ എത്തി ഗേറ്റിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാക്കി. ഗേറ്റ് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് വാഹനങ്ങൾ കിലോമീറ്ററുകൾ ചുറ്റിയാണ് മുളങ്കുന്നത്ത് മെഡിക്കൽ കോളേജിലേക്കും തിരിച്ച് തൃശൂരിലേക്കും എത്തിയിരുന്നത്. ഇടവേള. കണ്ണിനും
പ്രത്യേകിച്ച് പത്ത് സാരിയൊക്കെ നല്ല കളക്ഷൻസ് ആണ്. അപ്പൊ എല്ലാവരും കല്യാണമൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ വന്നെടുക്കണം. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഭഗവാൻ കൃഷ്ണന്റെ പാർത്ഥസാരഥി വിധാനമുള്ള ഭാരതത്തിലെ ഏക ക്ഷേത്രം, സമ്പൂർണ്ണ നവീകരണ പ്രാശ്ചിത്തം, സഹസ്ര കലശാഭിഷേകം പാണ്ഡവരെ വിജയത്തിലേക്ക് നയിച്ച പോലെ തന്നെ മുഴുവൻ ഭക്തരെയും അനുഗ്രഹത്താൽ വിജയിപ്പിക്കുന്നു. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 6 വരെ. മാർച്ച് 3 പുനഃപ്രതിഷ്ഠ. ഏവരെയും സാദരം യജ്ഞസന്നിധിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നമ്പൂതിരിമാർക്ക് പ്രത്യേകമായി ഉത്സവ പകർച്ച തയ്യാറാക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഗുരുവായൂർ യൂണിറ്റ് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് PA അരവിന്ദൻ അധ്യക്ഷനായിരുന്നു. കൊടകര പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിന്റെ നവതി ആഘോഷങ്ങൾ ഈ മാസം 12 മുതൽ 16 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ കൊടകരയിൽ അറിയിച്ചു. 12 ഉച്ചയ്ക്ക് 2 സ്കൂൾ ഹാളിൽ നടക്കുന്ന സാഹിത്യ സല്ലാപത്തിന് ബാലസാഹിത്യകാരൻ മുരളീധരൻ ആനാപ്പുഴ നേതൃത്വം നൽകും. 13 രക്ഷാകർതൃ സെമിനാറും 14 പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മാനേജർ സംഗമവും നടക്കും. തോമസ് ഉണ്ണിയാടൻ MLA പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യും. മാർ ജെയിംസ് പഴയാറ്റിൽ അധ്യക്ഷനായിരിക്കും. 15 നടക്കുന്ന സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. BD ദേവസി MLA അധ്യക്ഷനായിരിക്കും. 16 വൈകുന്നേരം 5:30 നവതി ആഘോഷങ്ങളിലെ സമാപന സമ്മേളനം KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഡേസൻ കവലക്കാട്ട്, പ്രധാന അധ്യാപിക KL ലിസി, PTA പ്രസിഡന്റ് KS ഗിരീശൻ എന്നിവർ പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് നടത്തുന്ന സ്ത്രീ മുന്നേറ്റ യാത്രയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. ഗുരുവായൂർ കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേ നടയിൽ നൽകിയ സ്വീകരണ സമ്മേളനം DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വനജ ഭാസ്കരൻ അധ്യക്ഷയായിരുന്നു. ജാഥ നയിക്കുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയെ പ്രവർത്തകർ ചേർന്ന് ഹാരമണിയിച്ച് സ്വീകരിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം, DCC ഭാരവാഹികളായ വിൻസെന്റ് കാട്ടൂക്കാരൻ, PK അബൂബക്കർ ഹാജി, സാറാമ മാത്തപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളികൾ പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നുപോകുന്നത്. തൊഴിലാളികളുടെ മുഖ്യപ്രശ്നം പണിയില്ലായ്മയും കൂലിക്കുറവുമാണ്. ചേർപ്പ്, പെരുമ്പിളിശ്ശേരി, വല്ലച്ചിറ, പൂച്ചിനിപ്പാടം എന്നിവിടങ്ങളിൽ 1000-ലേറെ തൊഴിലാളികളാണ് ആഭരണ രംഗത്ത് തൊഴിൽ ചെയ്തു വരുന്നത്. എന്നാൽ ആവശ്യമായ പണിക്കൂലിയുടെ അപര്യാപ്തത മൂലം പലരും മറ്റു തൊഴിലുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വിവിധ തരങ്ങളിലും ഡിസൈനുകളോടുകൂടിയ മോതിരം, താലി, മാല, വളകൾ, കമ്മൽ എന്നിവ തങ്ങളുടെ വീടുകളിലും പണിശാലകളിലും നിർമ്മിക്കുന്ന ആഭരണ തൊഴിലാളികൾ തൊഴിൽ വരുമാനം തികയാതെ വിഷമിക്കുകയാണ്. സ്വർണ്ണാഭരണങ്ങൾക്ക് 916 ക്യാരറ്റ് വന്നതോടെയാണ് പണിക്കൂലി ഇടിവ് സംഭവിച്ചതെന്ന് തൊഴിലാളികൾ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമിന് 100 രൂപ മുതൽ പണിക്കൂലി നൽകിയിരുന്നത് ഇന്ന് 30 രൂപ താഴെ ആയിരിക്കുകയാണ്. അതിനാൽ പണിക്കാർക്ക് നിശ്ചിത കൂലിയും ഇക്കാലത്തില്ല. ചിങ്ങം, മീനമാസങ്ങളിൽ വിവാഹങ്ങളുടെ തിരക്കുണ്ടാകുമ്പോൾ ഓർഡർ അനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ എത്തുന്നവർ നിരവധിയാണെങ്കിലും ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഒട്ടും പണിയില്ലാത്ത അവസ്ഥയുമുണ്ട്. അന്യസംസ്ഥാനത്തു നിന്ന് എത്തിയവരുടെ പങ്കും സാധാരണക്കാരായ പരമ്പരാഗത സ്വർണ്ണ പണിക്കാരെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. ആഭരണ തൊഴിലാളികൾക്കായി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര അംഗീകാരങ്ങൾ ലഭിക്കാത്ത അവസ്ഥയുമുള്ളതായി ഇവർ പറയുന്നു. TCV ന്യൂസ്, ചേർപ്പ്. കുടുംബക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിനിടയിൽ യുവാവിന് കുത്തേറ്റു. മാള കോട്ടയ്ക്കൽ കൂടത്തിങ്കൽ സുനീഷിനാണ് കുത്തേറ്റത്. ഇയാളുടെ സഹോദരൻ നിതീഷിനും പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരെയും തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യപിച്ചുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിലെ ചൂലൂരിൽ നിർമ്മിക്കുന്ന സുഹൃതം അംഗൻവാടിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ശിലയിട്ടു. വാർഡംഗം നിഷ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വലിയകത്ത് അബ്ദുൽ സലീം നൽകിയ 3 സെന്റ് സ്ഥലത്താണ് ഗ്രാമപഞ്ചായത്ത് 7 ലക്ഷം രൂപ ചിലവിട്ട് കെട്ടിടം നിർമ്മിക്കുന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ അംഗൻവാടി പ്രവർത്തകർക്കായി തേൻതുള്ളി കൈപ്പുസ്തകത്തെക്കുറിച്ച് നടത്തുന്ന പഠന ക്ലാസ് ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M ഇന്ദിര അധ്യക്ഷയായി. പഠന ക്ലാസ് ചൊവ്വാഴ്ച സമാപിക്കും.
ചന്ദ്രാപിനി കണ്ണനാകുളം ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയ ഭക്തനെ മർദ്ദിച്ചതായി പരാതി. കളരിക്കൽ പ്രകാശനാണ് തന്നെ മർദ്ദിച്ചതെന്ന് ആരോപിച്ച് മതിലകം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട 2 പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് പറഞ്ഞു. സംഭവം ദേവസ്വം ഓഫീസറെ അറിയിച്ചിട്ടും അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ ആക്ഷൻ കൌൺസിൽ പ്രതിഷേധിച്ചു. ഒല്ലൂർ സെന്ററിലെ ബസ് സ്റ്റോപ്പിൽ മദ്യപിച്ച് ലക്കുകെട്ടവരുടെ അഴിഞ്ഞാട്ടം പതിവ് കാഴ്ചയാകുന്നു. ബസ് സ്റ്റോപ്പിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾ അടക്കമുള്ളവർക്കും മദ്യപാനികളുടെ അഴിഞ്ഞാട്ടം ശല്യമായിരിക്കുകയാണ്. ഈ അവസ്ഥകൾ നിത്യവും ഉണ്ടാകുന്നതായി പരിസരത്തെ വ്യാപാരികളും നാട്ടുകാരും പറഞ്ഞു. അധികൃതർ നടപടിയെടുക്കണമെന്ന് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ഇസ്രയേലിൽ നിന്നുള്ള 25-അംഗ സംഘം ആറങ്ങോട്ടുകര വയലി നാട്ടറിവ് സംഘം സന്ദർശിച്ചു. നിളാതീരത്തെ പരമ്പരാഗതമായ കലാരൂപങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് റോണിയുടെ നേതൃത്വത്തിലുള്ള സംഘം വയലിയിൽ എത്തിയത്. ഇതോടനുബന്ധിച്ച് കലാരൂപങ്ങളുടെ അവതരണവും ഉണ്ടായിരുന്നു. തുടർന്ന് കേരള കലാമണ്ഡലവും സന്ദർശിച്ച സംഘം ഈ മാസം 17-ന് നാട്ടിലേക്ക് തിരിക്കും. മാള ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാറും സമ്പൂർണ്ണ പെൻഷൻ പഞ്ചായത്ത് പ്രഖ്യാപനവും നടത്തി. വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ പെൻഷൻ പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെജീന അൻവർ നിർവഹിച്ചു. കൃഷിഭവൻ വഴി വിതരണം ചെയ്യുന്ന തെങ്ങുകയറ്റ യന്ത്രത്തിന്റെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശിവരാമൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ കിസാൻ സഭ മാള മണ്ഡലം കമ്മിറ്റി BSNL ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി വി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോജി ജോർജ് അധ്യക്ഷനായിരുന്നു. CPI നിയോജക മണ്ഡലം സെക്രട്ടറി കെ വി വസന്തകുമാർ, UK ദിനേശൻ, ലളിത ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഭീമ ഏകാദശി ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉദയാസ്തമന പൂജയും നടന്നു. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ആചരിക്കപ്പെടുന്ന ഏകാദശി വിവിധ നാമങ്ങളിലാണ് അറിയപ്പെടുന്നത്. കടവല്ലൂർ ക്ഷേത്രത്തിൽ മകരമാസത്തിലെ സീതപക്ഷ ഭീമ ഏകാദശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാവിലെ ആനയും വാദ്യമേളങ്ങളുമായി ക്ഷേത്രത്തിലേക്ക് ശിവേരി എഴുന്നള്ളത്ത് നടന്നു. തുടർന്ന് നടയിൽ പറവയ്പും ഉണ്ടായിരുന്നു. 3 ദിവസങ്ങളിലായി ഏകാദശി സംഗീതോത്സവം നടന്നുവന്നിരുന്നു. കുഴിക്കാട്ടുകോണം ഹോളി ഫാമിലി LP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം 13 മുതൽ 15 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പ് 13-ന് രാവിലെ 7:30 നടക്കും. 14-ന് വൈകിട്ട് 4-ന് നടക്കുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നഗരസഭാ വൈസ് ചെയർമാൻ ആന്റോ പെരുമ്പിളിയും 15-ന് വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനും ഉദ്ഘാടനം ചെയ്യും. തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷനായിരിക്കും. പ്രധാനാധ്യാപിക സിസ്റ്റർ റിനറ്റ്, സുരേഖ വിജയകുമാർ, സ്റ്റെല്ല ജോൺ, ഇ ഗംഗാധരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാളയിലെ കെ കരുണാകരൻ സ്മാരക സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മാള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി. മാള പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ ഒരാഴ്ച ഒപ്പുശേഖരണം നടത്തിയിരുന്നു. സമരസമിതി കൺവീനർ സലാം ചൌബരയുടെ നേതൃത്വത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PT സോമന് നിവേദനം നൽകിയത്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് വിളംബര റാലിയും സപ്ലിമെന്റ് പ്രകാശനവും നടന്നു. തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി കുര്യാക്കോസ് അധ്യക്ഷയായിരുന്നു. PB സത്യൻ, തോമസ് തൊകലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുറുമല മല്ലിശ്ശേരി കാവിലെ എടപ്പറ്റ മഹോത്സവം ഭക്തി നിർഭരമായി. മല്ലിശ്ശേരി കാവിന് സമീപം അടുപ്പുകൂട്ടി പായസം തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങിൽ 100 കണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് തലമുറയൻ തേവരെ വധിച്ചതിനു ശേഷം അന്തിമഹാകാളന്റെ അടുത്തേക്ക് വന്ന പടയാളികളെ വഴിതെറ്റിച്ച് വിട്ടത് അന്തിമഹാകാളന്റെ മാതാവായ മല്ലിശ്ശേരി മുത്തിയാണ് എന്നാണ് ഐതിഹ്യം. വഴിതെറ്റിച്ച് വിട്ടതിനു ശേഷം മുത്തി പോയി വിശ്രമിച്ച സ്ഥലമാണ് മല്ലിശ്ശേരിക്കാവ്. അകലാട് ബദർപള്ളിക്ക് സമീപം കടന്നൽ കുത്തേറ്റ് 5 പേർക്ക് പരിക്കേറ്റു. ബദർപള്ളി ബീച്ച് റോഡിൽ താമസിക്കുന്ന വാക്കയിൽ അലി, മകൻ അബ്ദുൾ റൌഫ്, അയൽവാസികളായ കോഞ്ചാടത്ത് മൻസൂർ, ഷിജില, നിഷ എന്നിവർക്കാണ് കുത്തേറ്റത്. വർഷങ്ങളായി ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ നിന്നും എത്തിയ കടന്നലുകൾ സമീപത്തെ വീട്ടിലെ അബ്ദുൾ റൌഫിനെയാണ് ആദ്യം കുത്തിയത്. ഇയാളുടെ നിലവിളി കേട്ട് എത്തിയപ്പോഴായിരുന്നു മറ്റുള്ളവരെ ആക്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. കടന്നൽ കുത്തേറ്റവർ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ചേലക്കര കിള്ളിമംഗലം മാരിയമ്മൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകളും പൊങ്കാല സമർപ്പണവും നടന്നു. ബ്രഹ്മശ്രീ ഇരിങ്ങാലക്കുട തരണനെല്ലൂർ നെടുമ്പിള്ളി ഹരി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിർമാല്യം
പുണ്യാഹം, കലശം, പൂമൂടൽ എന്നീ ചടങ്ങുകളും നടന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായ വിതരണ ഉദ്ഘാടനം ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ എംഎൽഎ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വേണുഗോപാലമേനോൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ടി നിർമ്മല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി ജോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലിസി തോമസ്, എൻ മണികണ്ഠൻ, പി പി സുനിത തുടങ്ങിയവർ സംസാരിച്ചു. 36,40,000 രൂപയാണ് വിതരണം ചെയ്തത്. പെരുമ്പിലാവ് കൊരട്ടിക്കര നുബൂർ റസൂൽ സാധു സംഘത്തിന്റെ നേതൃത്വത്തിൽ മതവിജ്ഞാന സദസ്സും ജില്ലാതല ദഫ് മത്സരവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 6:30-ന് തൃശൂർ, മലപ്പുറം ജില്ലകളിലെ പ്രമുഖ ദഫ് ടീമുകൾ പങ്കെടുക്കുന്ന ദഫ് മത്സരം നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ബാബു എം ബാലുശ്ശേരി എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും. മുഹമ്മദ് സാദിഖ്, എം എം മൻസൂർ, അമീൻ കൊരട്ടിക്കര, സുലൈമാൻ കൊരട്ടിക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം, പരിശുദ്ധ സ്വർണവും മികച്ച സേവനവുമായി ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി, ഇഎംഒ റോഡ്, തൃശൂർ. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 16 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകളിലേക്ക്. ആമ്പലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 28 ഉച്ചാൽ ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. അന്നദാനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. കൂട്ടിയെഴുന്നള്ളിപ്പിന് ചൊവ്വലൂർ മോഹൻ വാര്യരുടെ പ്രമാണത്തിൽ പാണ്ടിമേളം അരങ്ങേറി. ദീപാരാധനയ്ക്ക് ശേഷം തെക്കുമുറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വെടിക്കെട്ട് ആകർഷകമായി. ഓരോ വർഷവും ഉണ്ടാകുന്ന നിയമനിർമ്മാണങ്ങളിൽ സാധാരണ ജനങ്ങൾ അജ്ഞരാണെന്ന് അഡീഷണൽ ജില്ലാ ജഡ്ജി പി രാഗിണി പറഞ്ഞു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ആരംഭിച്ച ലീഗൽ എയ്ഡ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. നിയമത്തിന്റെ കാര്യത്തിൽ ഏക ആശ്രയം പോലീസാണ് എന്നാണ് സാധാരണക്കാർ കരുതുന്നത് എന്നും ലീഗൽ എയ്ഡ് ക്ലിനിക്കുകൾ ഇതിന് മാറ്റം വരുത്തുമെന്നും പി രാഗിണി പറഞ്ഞു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി പി എ വർഗീസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പോലീസ് മേധാവി എസ് അജിത ബീഗം, CITSC നോജ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. പീലിക്കാവടികളും പൂക്കാവടികളും വർണ്ണവിസ്മയം തീർത്ത് നിറഞ്ഞാടിയ പടിഞ്ഞാറെ വെള്ളാനിക്കര ആണ്ടുണ്ണി തേവർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവാഘോഷം ഭക്തിനിർഭരമായി. ബാൻഡ് വാദ്യം, ചെണ്ട്, കാവടി, തെയ്യം, നാഗസ്വരം തുടങ്ങിയവയുടെ അകമ്പടിയോടെ എത്തിയ കാവടിക്കൂട്ടങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ തിമിർത്താടി. 9 കാവടി സംഘങ്ങളാണ് ഇത്തവണ ഉത്സവാഘോഷത്തിന് ഉണ്ടായിരുന്നത്. 5 ആനകളുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ മംഗലാംകുന്ന് ഗണപതി തിടമ്പേറ്റി, കിഴക്കൂട്ട് അനിയന്മാരാർ നയിച്ച മേളവും കലാമണ്ഡലം മോഹനന്റെ പ്രാമാണികത്വത്തിലുള്ള പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. ആഘോഷത്തിന്റെ ഭാഗമായി 2 ദേശക്കാർ ഒരുക്കിയ വെടിക്കെട്ടും 4 ദേശക്കാരുടെ വർണ്ണപ്രഭ ചൊരിയുന്ന കൂറ്റൻ നിലപന്തലുകളും ഏറെ ആകർഷകമായി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PC ചാക്കോ MPയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെയും ASAP കോഴ്സിന്റെയും ഉദ്ഘാടനം ഗീതാഗോപി MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാറിൽ നിന്ന് കെട്ടിടത്തിന്റെ താക്കോൽ പ്രിൻസിപ്പൽ KH സാജൻ ഏറ്റുവാങ്ങി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷനായിരുന്നു. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഉണ്ണായി വാര്യർ കലാനിലയം ജീവനക്കാർ വീണ്ടും പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ പറഞ്ഞു. അനിശ്ചിതകാല സമരം നടത്തിയതിനെ തുടർന്നുണ്ടായ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഭരണസമിതി തയ്യാറായില്ലെന്ന്
ഭാരവാഹികൾ ആരോപിച്ചു. 2 മാസത്തോളമായി അധ്യാപകരടക്കമുള്ള ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും ഇവരെ കൂടുതൽ തുക നൽകി ദിവസവേതനക്കാരായി നിയമിച്ചിരിക്കുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈ മാസം 12-ന് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തും. ഭാരവാഹികളായ ടി കെ സുധീഷ്, അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ, കലാനിലയം പ്രശാന്ത്, കലാമണ്ഡലം രാജേന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലപ്പള്ളി താലൂക്കിലെ റേഷൻ വ്യാപാരികൾ വടക്കാഞ്ചേരിയിൽ ധർണ നടത്തി. ഓൾ കേരള റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. താലൂക്ക് ട്രഷറർ വി ശ്രീധരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സേതുമാധവൻ, പി ഒ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ക്രിമിറ്റോറിയം ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ബഹുജന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ക്രിമിറ്റോറിയം നിർമ്മാണ സമിതി അംഗങ്ങൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. നിർമ്മാണത്തിനായി സ്ഥലം കണ്ടെത്തുകയും 40 ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തുവെങ്കിലും ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. പ്രവർത്തനം തുടരണമെന്നാവശ്യപ്പെട്ട് വിവിധ ഹൈന്ദവ സമുദായ നേതാക്കളെ ഉൾപ്പെടുത്തി ഈ മാസം 23-ന് ഉണ്ണായി വാര്യർ കലാനിലയത്തിൽ കൺവെൻഷൻ സംഘടിപ്പിക്കും. ഭാരവാഹികളായ കെ ഹരിനാഥ്, ടി ഗോപിനാഥൻ, എൻ വിശ്വനാഥൻ, വി മോഹൻദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം തടയാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ടി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ തെരുവിലിറങ്ങി. വനിതാ പോലീസുകാരുടെ കുറവ് കേരള പോലീസിന് നാണക്കേടാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. നരേന്ദ്രമോദിക്ക് ഓശാന പാടി നടക്കുന്നവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അലഞ്ഞു തിരിഞ്ഞു നടക്കുമെന്നും ബിന്ദു. തീരമേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് കൊടുങ്ങല്ലൂരിൽ സർവകക്ഷി യോഗം ചേർന്നു. കൊടുങ്ങല്ലൂർ സിഐയുടെ സാന്നിധ്യത്തിൽ എല്ലാ മാസവും യോഗം ചേരാനും തീരുമാനം. മതിലകം എമ്മാട് പൊള്ളലേറ്റ അമ്മയും 2 കുട്ടികളും മരിച്ചു. പുത്തൻകാട്ടിൽ സുനിലിന്റെ ഭാര്യ സിന്ധുവും മക്കളുമാണ് മരിച്ചത്. എരുമപ്പെട്ടി വെള്ളറക്കാട് ബൈക്കിടിച്ച് തെറിച്ച ആൾ ബസ് കയറി മരിച്ചു. കൊല്ലൻപടിയെ കരുവാത്ത വിജയനാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.